ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേഡറ്റ്സ് 2026 SSC GDക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയും ഇന്ത്യൻ ആർമിയിലേക്ക് അഗ്നിവീർ എന്നൊരു ട്രേഡിലേക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയും ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. 3 to 4 days മുന്നെയാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നത്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് വെച്ചിട്ട് അഗ്നിവീറിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മുടെ കേരളത്തിൽ നിന്നും SSC GDക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. കാരണം അഗ്നിവീറിൽ നിന്ന് എക്സ് അഗ്നിവീർ ആകുന്ന എല്ലാ കേഡറ്റ്സിനും പാരാമിലിറ്ററിയിൽ ഇനി പെർമനൻറ്റ് സെലക്ഷൻ കിട്ടുന്നതായിരിക്കും. അതനുസരിച്ച് നോൺ അഗ്നിവീർ ആയിട്ട് നമ്മുടെ കേരളത്തിൽ ഒത്തിരി ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. അവർക്കിനി എങ്ങനെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കണം, ഒരു വേക്കൻസി വരുമ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് എത്രയാണോ വേക്കൻസി വരുന്നത് അതിൽ നിന്ന് എത്ര പെർസെൻറ്റേജ് ആണ് ഇതേ രീതിയിൽ എക്സ് സർവീസ്മാനും എക്സ് അഗ്നിവീറിനും ഫീമെയിൽ കേഡറ്റിനും പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളും പാരാമിലിറ്ററിയിലേക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. കാരണം ഇതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കോമ്പറ്റീഷൻ ലെവൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്കും അറിയാൻ പറ്റുന്നതായിരിക്കും കോമ്പറ്റീഷൻ ലെവൽ എത്രയുണ്ട്, അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കണം, എങ്ങനെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം, എവിടെയൊക്കെ എനിക്ക് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് എന്നീ കാര്യങ്ങളെക്കുറിച്ചൊക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. നിങ്ങളും 2026-27 SSC GD എന്നൊരു സെക്ഷനിലേക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നതിന് വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേഡറ്റ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. കുട്ടികളെ, ഇതിനെക്കുറിച്ച് ആൾറെഡി ഞാനൊരു വീഡിയോ ഷെയർ ചെയ്തതാണ്. പക്ഷേ ആ ഒരു വീഡിയോ 90% അഗ്നിവീർ റിലേറ്റഡ് ആയിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഓൺലി ഫോക്കസ് ചെയ്യുന്ന SSC GD ആണ്. ചില കുട്ടികൾ പറയും, സാർ പിന്നെയും സെയിം കണ്ടൻറ് ഇട്ട് വീഡിയോ ഇടുന്നെന്ന്. പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ് ആവുന്നതായിരിക്കും. കണ്ടു നോക്കൂ. എന്തെങ്കിലും പോയിന്റുകൾ, അതായത് ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്ത് നിന്ന് ഏതെങ്കിലുമൊക്കെ പോയിന്റ് പറയുന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഹെൽപ്പ് ആവുന്നതായിരിക്കും. നമ്മുടെ കേരളത്തിൽ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് പോലും ഇതേ കണക്കുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കത്തില്ല. 100% ഗ്യാരൻറ്റിയോടെ ഞാൻ പറയുകയാണ്. അപ്പോൾ വീഡിയോ 8 മിനിറ്റിൻ്റെ ആണെങ്കിലും 10 മിനിറ്റ് ആണെങ്കിലും കാണുക. നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. കുട്ടികളെ നോക്കൂ. SSC GD 2026-27 തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്. 50% അഗ്നിവീറിന് സീറ്റ് ലഭിക്കുന്നതായിരിക്കും ഇനി. അപ്പോൾ നമ്മൾ ഇനി എങ്ങനെ തയ്യാറെടുക്കണം എന്നതിനെക്കുറിച്ചിട്ടാണ്. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് സ്പെഷ്യലി നോൺ അഗ്നിവീറിനാണ്. അതായത് അഗ്നിവീർ ആകാത്ത ഒത്തിരി കുട്ടികൾ SSC GDയിലേക്ക് തയ്യാറെടുക്കുന്നുണ്ട്. അവർ ഇനി എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നതിനെ പറ്റിയിട്ട് കൂടിയാണ് കേട്ടോ. നോക്കൂ, ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് നമുക്ക് വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിനെ കുറിച്ച്. ഈ ഒരു ലെറ്ററിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഡീപ്പായിട്ട് ഞാൻ പറയുന്നില്ല. അതിന് പകരമായിട്ട് ഷോർട്ട് സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞു തരാം. നോക്കൂ കുട്ടികളെ, ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് 50% എക്സ് അഗ്നിവീറിനാകാൻ പോവുകയാണ് വേക്കൻസി. 100 വേക്കൻസി വരികയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 50 വേക്കൻസി എക്സ് അഗ്നിവീറിന് പോകുന്നതായിരിക്കും. അഗ്നിവീറിൻ്റെ ആദ്യത്തെ ബാച്ച് ഔട്ടാവുന്നത് 2026 നവംബർ ഡിസംബറോടാണ്. അപ്പോൾ അവർക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം ഏതൊക്കെ ബാച്ചാണ് ഔട്ടാവുന്നത് അവർക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് സെലക്ഷൻ കിട്ടാൻ പോകുന്നത്? ഫിസിക്കലും ഇല്ല, ഫിസിക്കൽ മെഷർമെൻറ്റും ഇല്ല. ഫിസിക്കൽ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈറ്റും വെയിറ്റും ചെസ്റ്റൊക്കെയാണ് കേട്ടോ. അതാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ റിട്ടേൺ എക്സാമും ഇല്ല. ഡയറക്റ്റ് സെലക്ഷൻ കിട്ടുമെന്നാണ് ലേറ്റസ്റ്റ് വന്നിട്ടുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റ് അനുസരിച്ച് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവർക്കെല്ലാവർക്കും വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് വിങ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും എക്സ് അഗ്നിവീറിന്. പിന്നെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണിത്. ഇത് ലോകസഭയിൽ നിന്ന് വന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ്. അതിനുശേഷമാണ് ഈ ഒരു PBI അപ്ഡേറ്റും വന്നത്. അപ്പോൾ ഇതനുസരിച്ച് എന്താണ് കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത്? വേക്കൻസി എല്ലാ വർഷവും വരാറുണ്ട്. 25,000, 50,000. അതിനുശേഷം പിന്നെ സ്റ്റേറ്റ് അനുസരിച്ചും പിന്നെ വേക്കൻസി ഡിവൈഡ് ചെയ്യാറുണ്ട്. ചില സമയങ്ങളിൽ കേരളത്തിൽ 1500 വേക്കൻസി ഉണ്ട്, 2000 വേക്കൻസി ഉണ്ട്. ഇപ്പോൾ പ്രീവിയസ് അപ്ഡേറ്റൊക്കെ അനുസരിച്ചാൽ അത് 800 പിന്നെ 1000, 1500 എന്ന രീതിയിലും വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് 50% വേക്കൻസി ആർക്കാണ് പോകുന്നത്? എക്സ് അഗ്നിവീറിനാണ് പോകുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇതോടൊപ്പം തന്നെ എല്ലാ വർഷവും വരുന്ന നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് അനുസരിച്ച് അതിനകത്ത് എത്ര വേക്കൻസിയാണോ വരുന്നത് അതിനകത്ത് 10% എക്സ് സർവീസ്മാന് പോകുന്നതായിരിക്കും വേക്കൻസി. പിന്നെ ഇനി അങ്ങോട്ട് 50% അഗ്നിവീറിന് പോകുന്നതായിരിക്കും. ഇവിടെ വേറൊരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ 50% അഗ്നിവീർ എന്ന് പറയുമ്പോൾ എല്ലാ ഫോഴ്സിലേക്കും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് CAPFും അതേപോലെ തന്നെ ആസാം റൈഫിൾസും. ഈ CAPF എന്ന് പറഞ്ഞാൽ കുട്ടികളെ നോക്കൂ, ഏതൊക്കെ ഫോഴ്സാണ് വരുന്നത് അതിനകത്ത് വരുന്നത് BSF, പിന്നെ റാലി കണ്ടക്ട് ചെയ്യുന്ന ഷെഡ്യൂൾ അനുസരിച്ചിട്ടാണ് CRPF, CASF, പിന്നെ SSB എന്നീ ഫോഴ്സിലേക്കാണ് 50% പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പിന്നെ ആസാം റൈഫിൾസിലേക്കും.
ബാക്കി ഫോഴ്സിനെ ഒന്നും അപ്ഡേറ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ള ITBP ആണെങ്കിലും നെക്സ്റ്റ് ഫോഴ്സിൻ്റെ എല്ലാം അപ്ഡേറ്റ്, അതേപോലെ SSF ആണെങ്കിലും അവിടെയൊക്കെ ചിലപ്പോൾ 10% ആയിരിക്കും, ചിലപ്പോൾ 20% ആയിരിക്കും. ആ ഫോഴ്സിൻ്റെ ഒന്നും അപ്ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇതനുസരിച്ച് 50% അഗ്നിവീറിന്, പിന്നെ ഫീമെയിൽ 10%. ബാക്കി വേക്കൻസി എത്ര ആയിരിക്കും നിങ്ങൾക്ക് തന്നെ ഒന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് എന്താണ്, കോമ്പറ്റീഷൻ ലെവൽ എന്തായാലും കൂടുന്നേ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, അപ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി ഓർത്തിരിക്കണം എന്നും പറഞ്ഞ് നിങ്ങളുടെ ഈ ഒരു ചാൻസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. മനസ്സിലായി? വേക്കൻസി എത്രയും ആയിക്കൊള്ളട്ടെ. നോക്കൂ, ഇപ്പം 50K വേക്കൻസി വരികയാണ്. അതിനകത്ത് ഇപ്പം പറയുന്നത് 50% അഗ്നിവീറിന് പോകുന്നു. അതിനകത്ത് എത്രയാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ റഫ് ഐഡിയിൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ 20% പോയിട്ട് ബാക്കി 30K, 20% അല്ല 20,000 വേക്കൻസി പോയിട്ട് ബാക്കി 30K നമുക്ക് എടുക്കാം. നിങ്ങളപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ 30,000 വേക്കൻസി അവിടെ പിന്നെയും ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കോമ്പറ്റീഷൻ ഇമ്പ്രൂവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ എന്താണ് ഈ 50Kയിൽ കിടന്ന് പിടിക്കുന്നത്? നിങ്ങൾ 30,000 അത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകാൻ നോക്കണം. മനസ്സിലായി? എന്തായാലും 50% വേക്കൻസി എന്തായാലും അഗ്നിവീറിനായിട്ട് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ മുന്നിലുള്ള ഒരു ഓപ്ഷനാണ് നിങ്ങൾ ആദ്യം അഗ്നിവീറിൽ ജോയിൻ ചെയ്യാൻ നോക്കണം. എന്നിട്ട് അതിനുശേഷം പിന്നെ പാരാമിലിറ്ററിൽ സെലക്ഷൻ കിട്ടാനായിട്ട് ട്രൈ ചെയ്യണം. അതിനുവേണ്ടി പിന്നെ ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അഗ്നിവീർ ആകാനും വയ്യ, അതേപോലെ തന്നെ നിങ്ങൾക്ക് SSGD എന്നൊരു കാറ്റഗറിയിൽ കൂടി പാരാമിലിറ്ററിയിലേക്ക് സെലക്ഷൻ നേടിയെടുക്കാൻ വേണ്ടി ഈ ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് മത്സരിക്കാനും പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊരു ഡിസിഷൻ ഏറ്റെടുക്കണം. അതേപോലെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ഇനി നിങ്ങൾക്ക് ഈ SSGD എന്ന് പറയുന്ന എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം കോമ്പറ്റീഷൻ ലെവൽ ഹൈ ആവും, വേക്കൻസി കുറയുകയും ചെയ്യും. മിനിമം ആൻഡ് മാക്സിമം വേക്കൻസി പറയുകയാണെങ്കിൽ ഇത്രയുമാണ് ലാസ്റ്റ് 5 ഇയറായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. 53, 51, പിന്നെ 46, 49, 25 അതേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ അതിനകത്ത് 50% വേക്കൻസി നോക്കണം. എന്നിട്ട് അതിനകത്ത് നിങ്ങളുടെ കോമ്പറ്റീഷൻ ഇമ്പ്രൂവ് ചെയ്യണം. കോമ്പറ്റീഷൻ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലെവൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യണം. വേറൊരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് SSGDയുടെ എക്സാമിന് സെക്ഷണൽ ടൈമർ എന്നൊരു ഓപ്ഷൻ കൂടി വരുന്നതായിരിക്കും. സെക്ഷണൽ ടൈമർ എന്താണ് എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ആൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുട്ടികളെ, നിങ്ങൾക്ക് ഈ ഓരോ സെഷനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് 15 മിനിറ്റ് മാത്രമായിരിക്കും ലഭിക്കുന്നത്. 15 മിനിറ്റ്. ഇവിടെ നിങ്ങളുടെ സ്പീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്പീഡ് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് 15 മിനിറ്റിനുള്ളിൽ മാത്സ്, 15 മിനിറ്റിനുള്ളിൽ റീസണിങ് എന്നീ സബ്ജക്റ്റുകൾ കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇംഗ്ലീഷ് നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും 12 to 13 അല്ലെങ്കിൽ 15 മിനിറ്റ്സിനുള്ളിൽ. GK ഈസി ആയിട്ട് 7 to 10 മിനിറ്റ്സിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പക്ഷേ മാത്സും റീസണിങ്ങിനും വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് വേണം. അതേ രീതിയിൽ ഇംഗ്ലീഷിനും പ്രാക്ടീസ് ഉണ്ടെങ്കിലേ ഞാൻ പറഞ്ഞ ആ ഒരു 10 to 12 അല്ലെങ്കിൽ 13, 14 മിനിറ്റ്സിനുള്ളിൽ കവർ ആവത്തുള്ളൂ. അവിടെ നിങ്ങൾക്ക് സ്പീഡ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നതായിരിക്കും. സ്പോട്ട് ദ എറർ, വൊക്കാബുലറി, പിന്നെ ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, റിപ്പോർട്ടഡ് സ്പീച്ച് എന്നീ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നല്ല രീതിയിൽ അവിടെയും ടൈം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു സെക്ഷണൽ ടൈമർ എന്നൊരു ഓപ്ഷൻ വരുമ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ സ്പീഡിൻ്റെ നല്ല റിക്വയർമെൻ്റ് ഉണ്ട്. സിമ്പിളായി പറഞ്ഞാൽ ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് SSGDയുടെ എക്സാം ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് അത്ര സിമ്പിളല്ല. നല്ലപോലെ നിങ്ങൾ പഠിക്കണം. ഞാൻ നിങ്ങളെ പേടിപ്പിച്ചതല്ല, ഞാൻ നിങ്ങളെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. കുട്ടികളെ, ഇനി അങ്ങോട്ടുള്ള മൂവ്മെൻറ്റ് ഇങ്ങനെയാണ്. എങ്ങോട്ടാണോ കാറ്റടിക്കുന്നത് ആ രീതിയിലോട്ട് നമ്മൾ മൂവ് ചെയ്യണം നല്ല രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് വരും. കോമ്പറ്റീഷൻ ലെവലും അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ കിട്ടുന്ന ടോട്ടൽ വേക്കൻസിയിൽ നിന്ന് നമ്മൾക്ക് എത്ര വേക്കൻസി ഉണ്ട് അതും തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. SSGD എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് വൈസ് ആണ്, അതേ രീതിയിൽ തന്നെ കാറ്റഗറി വൈസുമാണ്. ഇന്ത്യൻ ആർമിയുടെ കണക്കൊന്നുമല്ല. ഒരു AROയിൽ നിന്ന് അവിടെ നോ കാസ്റ്റ്, നോ അതർ തിങ്സ് അങ്ങനെയൊന്നുമല്ല. ഇവിടെ കാറ്റഗറി വൈസ് ആണ്. അതിനനുസരിച്ച് പിന്നെയും മാറ്റങ്ങളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ SSGD ഇനി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഫസ്റ്റിൽ ഞാൻ പറയുന്ന പോയിൻ്റാണ്, ഈ 4 സബ്ജക്റ്റ് നല്ലപോലെ നിങ്ങൾ കവർ ചെയ്യണം. ഇതിനകത്ത് നിങ്ങളുടെ വീക്ക് ഏതാണോ അത് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കണം. വീക്ക് സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ റീസണിങ്ങിൽ വീക്കാണെന്നുണ്ടെങ്കിൽ ഇമ്പ്രൂവ് ചെയ്തേ പറ്റത്തുള്ളൂ, കാരണം 15 മിനിറ്റേ ഉള്ളൂ. മാത്സ് വീക്കാണോ എങ്കിൽ ഇമ്പ്രൂവ് ചെയ്തേ പറ്റത്തുള്ളൂ, കാരണം 15 മിനിറ്റേ ഉള്ളൂ അവിടെ നിങ്ങൾക്ക്. GK 15 മിനിറ്റിൻ്റെ ആവശ്യമില്ല, അതിന് മുന്നേ തന്നെ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ വീക്ക് സബ്ജക്റ്റ് കണ്ടുപിടിക്കുക, അത് നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യുക. നെക്സ്റ്റ് ആണ് മോക്ക് ടെസ്റ്റ് നല്ലപോലെ നിങ്ങൾ ചെയ്തിരിക്കണം. സെക്ഷൽ ടൈമർ വെച്ചിട്ട് തന്നെ മോക്ക് ടെസ്റ്റ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. ആ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ചെയ്താലും മതി. മിനി മോക്ക് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ അറ്റൻഡ് ചെയ്തിരിക്കണം. പിന്നെ ഫുൾ മോക്ക് നിങ്ങൾ ട്രൈ ചെയ്യുക.
ക്ലിയർ ആയാലോ? അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വീക്ക് സബ്ജക്റ്റും കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും. വീക്ക് ആൾറെഡി നിങ്ങൾക്കറിയാം, പക്ഷേ എന്നാലും ഒന്നും കൂടി നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. 15 മിനിറ്റ് ലഭിക്കുമ്പോൾ 20 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ എത്ര ടൈം ഞാൻ എടുക്കുന്നുണ്ട്, അതിനകത്ത് എത്ര ക്വസ്റ്റ്യൻ കറക്റ്റ് ആവുന്നുണ്ട്, ഏതൊക്കെ ടോപ്പിക്കാണ് എൻ്റെ വീക്ക് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ SSC GD തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 2 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വേക്കൻസി വരുമ്പോൾ അതിനകത്ത് 50% എക്സ് അഗ്നിവീറിന് പോകുന്നതായിരിക്കും. അതേപോലെ നെക്സ്റ്റ് നോട്ടിഫിക്കേഷനകത്ത് ഇത് അപ്ഡേറ്റ് വരുന്നതായിരിക്കും. ആൾറെഡി ന്യൂസിലും അതേപോലെ തന്നെ ഒത്തിരി ആർട്ടിക്കിളും ഇതേ രീതിയിൽ ഔട്ടായിട്ടുണ്ട്. അതിനകത്തെല്ലാം വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് സെക്ഷണൽ ടൈമർ വരുന്നതായിരിക്കും. അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ പോർഷനും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികളും നല്ലപോലെ പഠിച്ച് തുടങ്ങിക്കോളൂ. ആരും ഡീമോട്ടിവേറ്റ് ആകരുത്. ഈ ഒരു കൺസെപ്റ്റും വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് എത്ര സീറ്റാണുള്ളത് അതിനകത്ത് നിങ്ങൾ നല്ലപോലെ എഫേർട്ട് എടുത്ത് പഠിച്ച് മുന്നോട്ട് പോകാൻ നോക്കുക. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടുന്നതായിരിക്കും. ക്ലിയർ? എക്സ് അഗ്നിവീറിന് കൊടുത്തിരിക്കുന്ന ആ ഒരു സീറ്റ് എന്ന് പറഞ്ഞാൽ അവർ ആൾറെഡി 4 വർഷം ഇന്ത്യൻ ആർമിയിൽ സർവീസ് ചെയ്തു. അവർക്ക് സർവീസിൻ്റെ ആൾറെഡി എല്ലാ നോളജുമുണ്ട്. ഡിഫൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ടായ അവർക്ക്. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ അവിടെ? പിന്നെ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ഇനി വരാൻ പോകുന്നത് ആ 10% എക്സ് സർവീസ് മാൻ എന്ന് പറഞ്ഞിരിക്കുന്നില്ലേ, അത് ചിലപ്പോൾ ഈ 50% അത് ആഡ് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോഴാണ്, അറിയാൻ പറ്റുന്നില്ല. അത് നമുക്കിനി വരും ദിവസങ്ങളിൽ എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. കേട്ടോ കുട്ടികളെ? കേഡറ്റ്സ് അപ്പോൾ നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടി ആന ഡിഫൻസ് അക്കാഡമി SSC GDയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഡെയിലി ലൈവ് ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ്, സ്റ്റഡി മെറ്റീരിയൽ, പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്, മോക്ക് ടെസ്റ്റ് ഇതെല്ലാം ലഭിക്കുന്നതായിരിക്കും. ക്ലാസ്സുകൾ മലയാളത്തിലും ലഭ്യമാണ്. പിന്നെ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. 2950 ആണ് ടോട്ടൽ ഫീസ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ബേസിക് ക്ലാസ്സുകൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമ്മൾ സെക്കൻഡ് ഒരു ബാച്ച് കൂടി ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ആ ബാച്ചിൻ്റെ ഫുൾ ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. 2 ബാച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ഒരൊറ്റ ഫീസിൽ തന്നെ. അപ്പോൾ തയ്യാറെടുക്കുന്ന കുട്ടികൾ ഒട്ടും മടിക്കാതെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 2 ബാച്ചിൻ്റെ അപ്ഡേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കാൻ പോകുന്നത്. +2 നിങ്ങളുടെ മാത്സ് വീക്ക് ആണെങ്കിലും ഇംഗ്ലീഷ് നിങ്ങളുടെ വീക്ക് ആണെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ ജോയിൻ ചെയ്തോളൂ. കോമ്പറ്റീഷൻ ലെവൽ ഹൈ ആവാൻ പോവുകയാണ്. വേക്കൻസി വന്നാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. വീഡിയോ കുറച്ച് ലെങ്തി ആയെന്നറിയാം, പക്ഷേ എന്നാലും ചില കുട്ടികൾക്കെങ്കിലും ബെനിഫിറ്റ് ആവുന്നതായിരിക്കും. വീഡിയോ പരമാവധി ഷെയർ ചെയ്യണ കുട്ടികളെ. ഒത്തിരി കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഡിഫൻസ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും അറിയാൻ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് കോളിംഗ് നമ്പർ, ഇതാണ് വാട്സപ്പ് നമ്പർ. നിങ്ങളെ പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും അതേപോലെ തന്നെ SSC GDയുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ തന്നെ കാണാം. ഇതേപോലെ അപ്ഡേറ്റ്സ് ലഭിക്കാൻ ഫോളോ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.